ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് അച്ചാച്ചൻ്റെ അമ്മമ്മയുടെ വീട്ടിലാണ്. അച്ചാച്ചനും അമ്മാമ്മയും കുറച്ച് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളും എന്നോട് കൊടുക്കോ, ഞാൻ കൃഷികളൊക്കെ കാണിച്ചു തരാവേ. ഫ്രണ്ട്സ്, ഇതിൻ്റെ പേരാണ് ചങ്കലം പറണ്ട. ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ്. പിന്നെ ഇഞ്ചിക്കറി വയ്ക്കുന്നത് പോലെയൊക്കെ വയ്ക്കും, നല്ല ടേസ്റ്റൊക്കെ. ഫ്രണ്ട്സ്, ഇതാണ് കുഞ്ഞി മത്തങ്ങ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ നമുക്കിത് പറിക്കാവേ. ഇതാണ് നമ്മുടെ സ്ട്രോബെറി. 5-6 മാസം മുമ്പ് ഇഷ്ടം പോലെ കായൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്ട്രോബെറിക്ക് നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ്, ഇത് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വഴുതനയാണ്. പിന്നെ നമുക്ക് പലതരം വഴുതനയുണ്ട്. പച്ച, വെള്ള, വയലറ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ കട്ട് ചെയ്യുന്നത് ചീരയാണ്. ഇവിടെ ഇഷ്ടംപോലെ ചീരയുണ്ട്. എല്ലാ ചെടിച്ചട്ടിയിലും ഇങ്ങനെ നട്ട് വെച്ചേക്കാണ്. പിന്നെ പലതരം ചീരയൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് എൻ്റെ അമ്മാമ്മ, ഏതൊക്കെ പറിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തരാണ്. ഇതാണ് സാമ്പാർ മുളക്, ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യാണ്. എനിക്ക് ഈ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഒരു വയലറ്റ് കളർ വലിയ നീണ്ട വഴുതനങ്ങ, അതാണ് ഇത്. നമുക്കിത് കട്ട് ചെയ്യാവേ. ഇനി നമുക്ക് നോക്കാം വഴുതന വല്ലതും ഉണ്ടോയെന്ന്. ഇപ്പം തന്നെ ഒരു അഞ്ചാറെണ്ണമൊക്കെ കിട്ടി. പിന്നെ വെണ്ടയ്ക്ക റെഡ് കളറിലും ഗ്രീൻ കളറിലൊക്കെ ഉള്ള വെണ്ടയ്ക്കൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ പടർത്തിയിരിക്കുന്ന ഗ്രേപ്സും പാഷൻ ഫ്രൂട്ടും പിന്നെ ഈ പയറൊക്കെയാണ് പടർത്തിയിരിക്കുന്നത്. പിന്നെ പണ്ടൊക്കെ കോവലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കോവലൊക്കെ എല്ലാം പോയോണ്ട് കോവൽ നട്ടേക്കുന്നേ ഉള്ളൂ, പൊടിച്ച് വരുന്നതൊക്കെ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ പയറൊക്കെ പറിക്കാവേ. പയറ് റെഡും പച്ചയൊക്കെ ഉണ്ട്. പിന്നെ അതിനകത്ത് നിറച്ച് പച്ചുറുമ്പായിരുന്നു. നമ്മളതൊക്കെ തട്ടിയൊക്കെയാണ് പറിക്കുന്നത്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് പറിക്കാം. പിന്നെ ഇത് നമ്മുടെ ഉള്ളിയുടെ തൈയാണ്. അടിയിൽ ഉള്ളി പൊടിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മളിപ്പോൾ പറിക്കുന്നില്ല. പിന്നെ ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. നമ്മൾ പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്നൊരു വീഡിയോ. ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ നല്ല പിങ്ക് കളറാണ്. പിന്നെ ഈ ഒരു മൊട്ടിലില്ലേ, ഈ മൊട്ടിലാണെങ്കിൽ നല്ല പച്ചുറമ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് തട്ടിയപ്പോൾ തന്നെ എൻ്റെ കയ്യിലെല്ലാം കടിച്ച്. പിന്നെ ഈ ഡ്രാഗൺ ഫ്രൂട്ടിലൊക്കെ മുട്ടൊക്കെ വന്നിട്ടുണ്ട്, പൂവും മുട്ടൊക്കെ. പിന്നെ അടുത്ത മാസം അത് കാ വന്ന് കായ്ച്ചോളൂ. പിന്നെ ഇതാണ് നമ്മുടെ പൊന്നാങ്കണ്ണി. ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ ഓരോരോ പല ചീരകളൊക്കെ ഉണ്ടെന്ന്. ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത് നല്ല കുഞ്ഞ് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വെള്ളരിയാണ് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നത്. നല്ല ക്യൂട്ടല്ലേ? പിന്നെ വീണ്ടും ഇച്ചിരി വഴുതനങ്ങയൊക്കെ കിട്ടി. പിന്നെ നമ്മളത് കട്ട് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഒരു ഗ്രേപ്സ് ഇവിടെ പറത്തിയിട്ടുണ്ടെന്ന്.
ഗ്രേപ്സിൻ്റെ ചെടിയാണ് ഇത്. മുമ്പാണെങ്കിൽ ഇച്ചിരി കായൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം കായൊന്നുമില്ല. അപ്പം അതിൻ്റെയൊക്കെ സീസണൊക്കെ കഴിഞ്ഞ്. പിന്നെ ഇവിടുത്തെ മുന്തിരിങ്ങ ബ്ലാക്ക് കളറിലെ റൗണ്ട് ഷേപ്പിലുള്ള മുന്തിരിങ്ങയാണ്. പിന്നെ ചിലതൊക്കെ നല്ല പുളി, ചിലതൊക്കെ നല്ല മധുരമൊക്കെ ഉള്ളതാണ്. ഞാൻ ഒരു ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ അച്ഛനാണ്. ഇതാണ് എൻ്റെ അച്ഛൻ. പിന്നെ ഇത് നമ്മൾ മുമ്പ് കഴിച്ച ഒരു ഫോട്ടോ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ ഒരു പച്ച മുന്തിരിങ്ങ? ഇത് പച്ചയാണ്, പൈറ്റ്. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ചീരയും കട്ട് ചെയ്തേ. പിന്നെ ഇവിടെ ചീനിയും ചേമ്പും പിന്നെ ചേനയും ഒക്കെ ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ സുന്ദരി ചീരയൊക്കെ ഉണ്ടെന്ന്? കാണാൻ നല്ല സുന്ദരിയാണ്. പിന്നെ നമുക്ക് ഈ സുന്ദരീനെ കട്ട് ചെയ്യാവേ. ഈ സുന്ദരി ചീരയുടെ തണ്ടിന് നല്ല കളറാണ്, നല്ല പിങ്ക് കളറാണ്. പിന്നെ ഇച്ചിരി ചുമന്ന ചീരയൊക്കെ ഉണ്ടായിരുന്നു, നമുക്കത് കട്ട് ചെയ്യാവേ. പിന്നെ ഇത് കുട്ടത്തി പാവയ്ക്കാണ്, നമുക്കിത് കട്ട് ചെയ്യാവേ. പിന്നെ കണ്ടില്ലേ ആകാശം? ഭയങ്കര മഴക്കാറുണ്ടായിരുന്നേ. അതുകൊണ്ടായിരുന്നു വീഡിയോക്കകത്ത് ലൈറ്റ് കുറവ്. പിന്നെ നമ്മൾ മഴ വരുന്നതിന് മുമ്പ് എല്ലാം വിളവെടുത്തേ. പിന്നെ ഈ വെണ്ടയ്ക്കകത്തൊക്കെ മൊട്ട് വരുന്നതൊക്കെ ഉള്ളൂ. ഇതൊക്കെ കുഞ്ഞു വെള്ളരിയുടെ തൈയാണ്. ഇതൊക്കെ പിടിച്ചൊക്കെ വരുന്നതേ ഉള്ളൂ. കണ്ടോ, ഒരു കുഞ്ഞു വെള്ളരി അവിടെ ഇരിക്കുന്നത്. അതിൻ്റെയൊക്കെ പൂവാണ് ഈ മഞ്ഞ കളറ്. പിന്നെ ഒരു കുട്ടത്തി പാവയ്ക്കയും കൂടെ ഒന്നും കൂടെ കിട്ടി. ഇത് വീണ്ടും കിട്ടി. ഈ കൃഷിയെല്ലാം വീട്ടിൻ്റെ മുകളിലാണ്. പിന്നെ ഇച്ചിരി കറിവേപ്പിലയൊക്കെ നട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഇച്ചിരി ചീരയൊക്കെ കിട്ടി. ഫ്രണ്ട്സ്, ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഇതാണ് റാഡിഷ്. മൂലിയെന്നും മുള്ളങ്കി എന്നൊക്കെ പറയും. ഞാൻ ഇതിപ്പം എടുത്തിട്ടുണ്ട്. ഇതിന്റെ ഇലയൊക്കെ തോരൻ വെക്കുവേ. ഇതാണ് ബന്ദി. ഈ പച്ചക്കറിയുടെ ഒക്കെ ഇടയ്ക്കൊക്കെ നട്ടുകൊടുത്ത ഈ പച്ചക്കറിയൊക്കെ ഈ കീടാണുക്കളൊക്കെ വരാതെ സൂക്ഷിക്കും. ഈ ഒരു ഇലയുടെ പേരാണ് രമ്പ. ഇത് ഈ ബിരിയാണിയിലൊക്കെ ഇടാനൊക്കെ ഉപയോഗിക്കും. പിന്നെ ഇത് നമ്മുടെ കറ്റാർ വാഴ. പിന്നെ ഇതാണ് കൂവ. പിന്നെ അതിൻ്റെ സൈഡിനായിട്ട് ഒരു ഞവരയിലയും കൂടെ ഒക്കെ ഉണ്ട്. അത് നമ്മുടെ പനിയും ജലദോഷവും ചുമയൊക്കെ വരുമ്പോൾ നമ്മൾ അത് തേനൊക്കെ ഇട്ട് കുടിക്കും. ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് വിളവെടുത്തത്. പിന്നെ ഞാൻ പണ്ടത്തെ ഫോട്ടോസൊക്കെ ഇച്ചിരി ആഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കൂ. പിന്നെ ഇതാണ് നമ്മുടെ പടവലങ്ങ. അത് നമ്മൾ ഇച്ചിരി ദിവസം മുമ്പ് പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. 2 എണ്ണം കിട്ടി. ഇതാണ് ഏലം. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ? ചക്കുചാരി യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ.